ജൻസികളെ ഒപ്പം നിർത്താൻ കേന്ദ്രമന്ത്രിമാർ യൂണിവേഴ്സിറ്റികളിലേക്ക് വൺ ഡേ വൺ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരംഭിക്കും. മന്ത്രിമാർ നേരിട്ടെത്തി യുവതലമുറയുടെ പ്രശ്നങ്ങളും കാഴ്ചപ്പാടുകളും കേൾക്കും. വിദ്യാഭ്യാസം, പുതിയ പാഠ്യപദ്ധതി, യുവാക്കളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. യുവാക്കൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും അവസരങ്ങളും വിശദീകരിക്കും. ജൻസിയുമായി സർക്കാരിന്റെ ആശയവിനിമയവും ബന്ധവും കൂടുതൽ ദൃഢമാക്കുകയാണ് ലക്ഷ്യം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ജൻസികളെ അങ്ങനെ CJPക്ക് വിട്ടുകൊടുക്കില്ല എന്നാണോ? അങ്ങനെ തന്നെ കരുതണം മധു. പ്രത്യേകിച്ച് പുതിയ ക്യാമ്പയിനുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കേന്ദ്രമന്ത്രിമാർ എത്തുന്ന പുതിയ ക്യാമ്പയിനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എത്തുക മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിൽ എത്തി വിദ്യാർത്ഥികളുമായി സംവദിക്കും. ശേഷം എന്തൊക്കെയാണ് അവരുടെ ആശങ്കകൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നത് കേൾക്കും. പാഠ്യപദ്ധതിയിലും കരിക്കുലത്തിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലുമെല്ലാം എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് നേരിട്ട് ചോദിച്ചറിയാനാണ് കേന്ദ്രമന്ത്രിമാർ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നത്. യൂണിവേഴ്സിറ്റികളിൽ പോയി പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമല്ല, അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രത്യേക പദ്ധതിയുടെ ക്യാമ്പയിന്റെ ഭാഗമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. വൺ ഡേ വൺ യൂണിവേഴ്സിറ്റി എന്ന രൂപത്തിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും കേന്ദ്രമന്ത്രിമാർ എത്തുകയാണ്. CJPയുടെ പ്രതിഷേധം അത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാക്കി. ഒരു കേന്ദ്രമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ആ സമയത്താണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും തിരിച്ചറിയുന്നത് ഇൻസ്റ്റഗ്രാം കൂടുതൽ വീഡിയോകൾ ചെയ്യണം, യുവ തലമുറയുമായി കൂടുതൽ നേരം സംവദിക്കുകയും അതിനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യണം എന്ന് പ്രധാനമന്ത്രി തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരോട് അഭ്യർത്ഥനയായി വെച്ചിരുന്നു, നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ കേന്ദ്രമന്ത്രിയും ഓരോ യൂണിവേഴ്സിറ്റികളിൽ പോയി വിദ്യാർത്ഥികളെ നേരിട്ട് കേട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ജൻസിയുമായി സഹകരിക്കണം, അവരോട് സംവദിക്കണം തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കേന്ദ്രമന്ത്രിമാർ ഏറ്റെടുക്കുന്നു. യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും കേന്ദ്രമന്ത്രിമാർ